സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിലെ 4ാമത്തെ മൂവിയാണ് മാഡം വെബ്. സത്യത്തിൽ എന്തിനാണ് ഈ ഒരു മൂവി കണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോണിയുടെ അല്ലെങ്കിൽ മാർവലിന്റെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് മൂവി എന്ന് തന്നെ മാഡം വെബിനെ വിശേഷിപ്പിക്കാം. സത്യത്തിൽ ഒരു തേങ്ങയുമില്ല ഈ ഒരു മൂവിയിൽ. ആകെ 3-4 പെമ്പിള്ളാരുണ്ട്. വേണമെങ്കിൽ അവരെ കണ്ടോണ്ടിരിക്കാം. എനിക്ക് തോന്നുന്നു അതിനു വേണ്ടി തന്നെയാകണം ഒരുപാട് പേര് മാഡം വെബ് കാണാൻ പോയത് തന്നെ. മാഡം വെബ് ഒരു വിധത്തിൽ മറ്റൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡേഞ്ചറിനെ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കാണുവാൻ സാധിക്കുന്ന കേസി വെബ് എന്ന ഒരു പെണ്ണാണ് ഇതിലെ പ്രധാന കഥാപാത്രം. കേസി വെബായിട്ട് വേഷമിട്ടത് ഡക്കോട്ട ജോൺസൺ ആണ്. ഡക്കോട്ട ജോൺസൺ അടിപൊളി ആക്ട്രസ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. പക്ഷെ ഡക്കോട്ട ജോൺസന്റെ കാരിയറിലെ തന്നെ വേഴ്സ്റ്റ് റോള് അല്ലെങ്കിൽ അവരുടെ കാരിയറിലെ തന്നെ വേഴ്സ്റ്റ് മൂവി എന്ന് തന്നെ മാഡം വെബിനെ വിശേഷിപ്പിക്കാം. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് ഈ സിനിമയുടെ റൺ ടൈം എങ്കിലും ഒരു 3-4 മണിക്കൂർ ഒരു സിനിമ കണ്ട ഫീലാണ് എനിക്ക് കിട്ടിയത്. ഓഡിയൻസിനെ അവസാനം വരെ പിടിച്ചിരുത്താൻ മാഡം വെബിന് സാധിക്കുന്നില്ല. സോണി എന്തിനാണ് ഈ ഒരു പടം ഇറക്കിയതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. മാഡം വെബിലെ വില്ലൻ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വേഴ്സ്റ്റ് വില്ലൻ ആണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഇത്രയധികം പവേഴ്സ് ഉണ്ടായിട്ടും ഒരു ഗുണവുമില്ലാത്ത ഒരു വില്ലൻ. തന്നെ ഫ്യൂച്ചറിൽ 3 പെൺകുട്ടികൾ കൊല്ലും. ആ പെൺകുട്ടികളെ തേടി പിടിച്ച് വേട്ടയാടാൻ ശ്രമിക്കുന്ന ഒരു വില്ലൻ. ആ പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നായിക. ആ പെൺകുട്ടികൾ വില്ലന്റെ പക്കൽ നിന്നും സർവൈവ് ചെയ്യുന്നതും അവരുടെ യഥാർത്ഥ പവേഴ്സ് ഒക്കെ മനസ്സിലാക്കുന്നതുമൊക്കെയാണ് മാഡം വെബിന്റെ പ്രധാന പ്ലോട്ട്. ഡക്കോട്ട ജോൺസൺ, സിഡ്നി സ്വീനി, ഇസബെല്ല മെർസഡ്, സെലസ്റ്റ് ഓകോണർ, ആഡം സ്കോട്ട്, എമ്മ റോബർട്ട്സ്, ടഹർ റഹീം ഇവരൊക്കെയാണ് മാഡം വെബിലെ പ്രധാനപ്പെട്ട ആക്ടേഴ്സ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി കാണാതിരിക്കുന്നതാകും നല്ലത്. ഒരു നല്ല ഫൈറ്റ് സീക്വൻസുകളോ VFXോ ഒന്നും തന്നെ ഈ ഒരു സിനിമയിൽ ഞാൻ കണ്ടില്ല. എന്തായാലും മാഡം വെബ് കണ്ടവരുണ്ടെങ്കിൽ മാഡം വെബിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.